കണ്ണൂർ കൈതപ്രത്ത് ഇന്നലെ മധ്യവയസ്കനെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ആ തോക്ക് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത വരികയാണ്. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ വീടിന് സമീപത്ത് നിന്നാണ് ഈ തോക്ക് ലഭിച്ചത്. പ്രതി സന്തോഷാണ് തെളിവെടുപ്പിന്റെ തോക്ക് ഒളിപ്പിച്ചു വെച്ച സ്ഥലം വെളിപ്പെടുത്തിയത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, ഈ തോക്കിനായിട്ടുള്ള വലിയ പരിശോധന തെരച്ചിലുണ്ടായിരുന്നു. ഒടുവിൽ എങ്ങനെയാണ് തോക്ക് കണ്ടെടുക്കുന്നത്? എവിടെ നിന്നാണ് കിട്ടിയത്? തന്നെ ഈ തോക്ക് സംബന്ധിച്ച് എവിടെ വെച്ചു എന്ന കാര്യത്തിൽ പ്രതി കൃത്യമായ മൊഴി നൽകിയിരുന്നില്ല. പിന്നീട് ഡോഗ് സ്ക്വാഡ് എത്തി പോലീസായ പരിശോധന നടത്തി. പോലീസായ പക്ഷേ പരിശോധന നടത്തിയ സ്ഥലത്ത് വെച്ചല്ല ഇപ്പോൾ തോക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ തോക്ക് കിട്ടിയിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ വീടിന് സമീപത്ത് വെച്ചാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇയാൾ ഈ കൊലപാതകത്തിന് ശേഷം ഈ രാധാകൃഷ്ണ വീടിന് സമീപത്തേക്ക് പോയി എന്ന് വേണം അങ്ങനെയെങ്കിൽ മനസ്സിലാക്കാൻ. കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട് അത് ഈ കൊല്ലപ്പെട്ട വീടിൽ നിന്നും ഏതാണ്ട് 50 മീറ്റർ മാത്രം അകലെ മാറിയാണ്. അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ തോക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തോക്ക് കണ്ടെത്തുക എന്നതായിരുന്നു. കാരണം ഈ പ്രതി പിടിയിലായ സമയത്ത് തോക്ക് എവിടെയുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ ആ പ്രതി തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ആണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തിയ തെളിവെടുപ്പിനിടെ പ്രതി തന്നെ ഈ തോക്ക് ഒളിപ്പിച്ച സ്ഥലം പോലീസിന് വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ തോക്ക് ലഭിച്ചിട്ടുള്ളത്. നാടൻ തോക്കാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള സംഘത്തിൽ ഈ സന്തോഷ് ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷിന്റെ പക്കൽ ഉണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ചാണ് ഇയാൾ ഈ രാധാകൃഷ്ണൻ എന്നയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ശരി, എന്തായാലും ആ തോക്ക് എവിടെയെന്നുള്ള കാര്യം ഇയാൾ വെളിപ്പെടുത്തിയില്ലായിരുന്നു. ഒടുവിൽ ഇന്നിപ്പോൾ വെളിപ്പെടുത്തി. തൊട്ട് പിന്നാലെയാണ് തോക്ക് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്.